കേരളത്തെ ഞെട്ടിച്ച പോത്തുണ്ടി ഇരട്ടക്കൊലക്കേസിൽ വിധി ഇന്നാണ്. വെറും സംശയത്തിന്റെ പേരിലാണ് ചെന്താമരയെന്ന് കൊടും ക്രിമിനൽ ഒരു കുടുംബത്തിലെ 3 പേരെ നിർദാക്ഷിണ്യം കൊലപ്പെടുത്തിയത്. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ക്രൂരതയ്ക്ക് അർഹിക്കുന്ന കൊലക്കയർ തന്നെ ചെന്താമരയ്ക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കേരളം. ക്രൂരതയുടെ പര്യായമാണ് മലയാളിക്കു ചെന്താമര. അന്ധവിശ്വാസത്തിന്റെ ചരടിൽ തളയ്ക്കപ്പെട്ട ദയ തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത കൊടും ക്രിമിനൽ. കേരള മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ടാണ് ഒരു കുടുംബത്തിലെ 3 പേരെ ചെന്താമര നിർദ്ദയം കൊന്നുതള്ളിയത്. നെല്ലിയാമ്പതി പൊള്ളാച്ചി റൂട്ടിലോടിയിരുന്ന സ്വകാര്യ ബസ്സിലെ ഡ്രൈവറായിരുന്നു ചെന്താമര. ഇക്കാലത്താണ് നെല്ലിച്ചോടുള്ള യുവതിയുമായി പ്രണയത്തിലാകുന്നതും വിവാഹം കഴിക്കുന്നതും. എന്നാൽ ചെന്താമരയുടെ സംശയരോഗം ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തി. ഭാര്യ പിണങ്ങി സ്വന്തം വീട്ടിലേക്ക് മടങ്ങി. ഭാര്യ പിണങ്ങിപ്പോവാൻ കാരണം നീളമുള്ള മുടിയുള്ള ഒരു സ്ത്രീ നടത്തിയ കൂടോത്രമാണെന്ന് പറഞ്ഞ ജോത്സ്യന്റെ വാക്കു വിശ്വസിച്ചാണ് അയൽക്കാരിയായ സജിതയെയും കുടുംബത്തെയും ചെന്താമര ലക്ഷ്യം വെക്കുന്നത്. നിരന്തരമായ കൊലവിളികൾക്കൊടുവിൽ 2019 ഓഗസ്റ്റ് 31 അടുക്കളയിൽ പാചകം ചെയ്യുകയായിരുന്ന സജിതയെ വീട്ടിൽ അതിക്രമിച്ചു കയറി ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തി. പിടിയിലായെങ്കിലും സജിതയുടെ കുടുംബത്തിന്റെയും നാട്ടുകാരുടെയും കടുത്ത എതിർപ്പ് മറികടന്ന് കോടതി അയാൾക്ക് ജാമ്യം അനുവദിച്ചു. നെന്മാറ പഞ്ചായത്ത് പരിധിയിൽ പ്രവേശിക്കരുതെന്ന ജാമ്യ വ്യവസ്ഥ ചെന്താമര ലംഘിച്ചിട്ടും പോലീസ് നോക്കുകുത്തിയായപ്പോൾ പകരം നൽകേണ്ടി വന്നത് പിന്നെയും 2 ജീവനുകളാണ്. 2025 ജനുവരി 27 സ്കൂട്ടറിൽ വീട്ടിൽ നിന്നിറങ്ങുകയായിരുന്ന സജിതയുടെ ഭർത്താവ് സുധാകരനെ കൊടുവാൾ കൊണ്ട് വെട്ടിവീഴ്ത്തി. തടയാനെത്തിയ അമ്മ ലക്ഷ്മിയെയും വെട്ടിക്കൊന്നു. 3 ജീവനുകൾ എടുത്തിട്ടും പശ്ചാത്താപത്തിന്റെ ഒരംശം പോലുമില്ലാതെയാണ് ചെന്താമര കോടതിക്കും സമൂഹത്തിനും മുന്നിൽ ആക്രോശത്തോടെ നിന്നത്. വിചാരണയ്ക്കായി പോലീസ് കോടതിയിൽ ഹാജരാക്കിയപ്പോഴെല്ലാം സജിതയുടെ മക്കൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെയും ചെന്താമര കൊലവിളി നടത്തി. സജിത കൊലക്കേസിൽ വധശിക്ഷ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അപൂർവങ്ങളിൽ അപൂർവമായി കാണാനാവില്ലെന്ന കോടതി വിലയിരുത്തലിൽ ശിക്ഷ ഇരട്ട ജീവപര്യന്തത്തിൽ ഒതുങ്ങി. ഇരട്ടക്കൊലക്കേസിലെങ്കിലും അർഹിക്കുന്ന കൊലക്കയർ ചെന്താമരയ്ക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കേരളം. റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ.